നമുക്ക് ഫംഗ്ഷൻ പ്രകാരം വീടിനെ കറക്റ്റ് 9 തിരിക്കും. ഇതിപ്പോൾ ഞാനൊരു വീടിനെ കറക്റ്റ് 9 തിരിക്കും. ഇത് ഒരു കാര്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 9 തിരിക്കുന്നത് 9 റൂമുകൾ തന്നെ വരണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. ഇത് ഒരു ഒറ്റ റൂം ആണെങ്കിൽ പോലും ഇതിനെ നമുക്ക് കറക്റ്റ് 9 തിരിക്കുകയും ഈ 9 സ്ഥലങ്ങളിൽ അതിൻ്റേതായിട്ടുള്ള എനർജികളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാനൊരു 1-2 സ്റ്റാറുകൾ എഴുതാം. 2020 ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 2025 ഫെബ്രുവരി 4 മുതൽ 2026 ഫെബ്രുവരി 3 വരെയുള്ള ഒരു വർഷം വീടിൻ്റെ ഓരോ ദിക്കിലും വന്നിരിക്കുന്ന 1-2 സ്റ്റാർ. കിഴക്ക് വശത്ത് വന്നിരിക്കുന്ന സ്റ്റാർ 9 ആണ്. 9 നമുക്ക് എന്ത് തരും? സമ്പത്ത് തരും. വടക്ക് കിഴക്ക് വന്നിരിക്കുന്ന സ്റ്റാർ 5 ആണ്. ഇവിടെ നമുക്ക് എന്ത് തരും? ടോട്ടൽ ലോസ് ഉണ്ടാക്കും. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വീടിൻ്റെ പ്രധാന വാതിൽ വടക്ക് കിഴക്ക് ഭാഗത്താണ് എന്ന് കരുതുക. അപ്പോൾ ഞാൻ പല പ്രോഗ്രാമിലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളൊരു വീട് വയ്ക്കുമ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിൽ വരികയും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പ്രധാന ബെഡ്റൂം വരികയും തെക്ക് കിഴക്ക് ഭാഗത്ത് അടുക്കള വരികയും ചെയ്യുന്നത് ഏറ്റവും നല്ലതായി പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സാറ് പറയുന്നു വടക്ക് കിഴക്ക് ഭാഗത്ത് ഈ വർഷം ഡോറ് വന്നു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാവും എന്നും പറയുന്നു. ഇതിപ്പോൾ നിങ്ങൾ എങ്ങനെ വീട് വെച്ചാലും ഈ വരുന്ന 5 ഇപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ അടുത്ത 9 വർഷങ്ങളിലായിട്ട് ഇത് ഓരോ ദിക്കിലും മാറി വരും. അതായത് എങ്ങനെ വീട് വെച്ചാലും ഈ പറയുന്ന 9 നക്ഷത്രങ്ങൾ 9 വർഷത്തിലൊരിക്കൽ ആ ദിക്കിൽ വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഈ വർഷം വടക്ക് കിഴക്ക് ഭാഗത്ത് വന്നിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് ഇവിടെ ഈ സ്റ്റാർ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വീട് കിഴക്ക് ദർശനമാണെന്നിരിക്കട്ടെ. കിഴക്ക് ദർശനമാണെന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിൻ എൻട്രൻസ് ഈ പറയുന്ന 45 ഡിഗ്രിക്കകത്ത് വടക്ക് കിഴക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ എവിടെ വാതിലുണ്ടെങ്കിലും ഈ പറയപ്പെടുന്ന 5ൻ്റെ ദോഷം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇത് ഒരുപാട് ആവർത്തിച്ച് ഈ പ്രോഗ്രാം ഞാൻ വീണ്ടും എടുക്കുകയും പറയുകയും ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രശ്നമുള്ള ഒരു സ്റ്റാറും ഒരു ദിക്കുമാണ് ഈ പറയപ്പെടുന്ന വർഷത്തിൽ ഈ വടക്ക് കിഴക്ക് ഭാഗത്ത്. അപ്പോൾ വടക്ക് കിഴക്ക് ഭാഗത്ത് കിഴക്ക് ദർശനമായ വീട് ഇവിടെ വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ പ്രധാന വാതിൽ വന്നിട്ടുണ്ടെങ്കിൽ ഈ 5ൻ്റെ സ്വാധീനത്തിലാണ്. 5ൻ്റെ സ്വഭാവം എന്താണ്? ടോട്ടൽ ലോസ്, അതായത് മൊത്തം നഷ്ടമാവുക. അപ്പോൾ ഒരാൾ ചോദിക്കും, സാറേ ഈ നഷ്ടമാവുക എന്ന് പറയുമ്പോഴത്തേക്ക് എങ്ങനെ പൈസ നഷ്ടപ്പെടുന്നതാണോ അല്ലെങ്കിൽ തൊഴിലാണോ? എന്ത് വേണമെങ്കിലും ആകാം. ചിലർ പറയും എനിക്ക് കഴിഞ്ഞ വർഷം ബിസിനസ്സിൽ ഭയങ്കര നഷ്ടമായിരുന്നു, കോടികളുടെ നഷ്ടമുണ്ടായെന്ന് പറയും. ചിലർ പറയും എനിക്ക് ഉണ്ടായിരുന്ന നല്ല ശമ്പളമുള്ള ഒരു ജോലി ഉണ്ടായിരുന്നു, എനിക്ക് പോയെന്ന് പറയും. ചിലർ പറയും കഴിഞ്ഞ വർഷം എനിക്ക് ആക്സിഡൻറ്റ് പറ്റി ഞാൻ കിടപ്പായി പോയെന്ന് പറയും. ചിലർ പറയും കഴിഞ്ഞ വർഷം എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളും മൊത്തം ഹോസ്പിറ്റലായിരുന്നു പറയും. അങ്ങനെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും അത് ഇന്നതാണ് ഏതാണെന്ന് പറയാൻ പറ്റില്ല. ടോട്ടൽ ലോസിലെല്ലാം വരും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വേണമെങ്കിലും ഈ പറയപ്പെടുന്ന 5 മൂലം ഉണ്ടാകാം. ഒരു വ്യക്തിയെയും പേടിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നതും ഇത് പറയുന്നതും. നിങ്ങളുടെ വീടിൻ്റെ വാതിൽ ഇതിപ്പോൾ ഞാൻ ഇന്ന് ഈ പ്രോഗ്രാം എടുക്കുന്നത് ഏകദേശം ഡിസംബർ 10 അപ്പോൾ ഇത് വരുന്നതെന്ന് പറയുന്നത് ഫെബ്രുവരി 4 ഈ സ്റ്റാർ വരുന്നത്. അപ്പോൾ എന്തായാലും അതിനു മുമ്പ് ഈ പ്രോഗ്രാം നിങ്ങളുടെ കയ്യിലെത്തും. നിങ്ങൾക്കിത് കാണാം. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പരിഹാരം ചെയ്യാം. ആ പരിഹാരവും ഞാൻ ഇന്ന് പറഞ്ഞു തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ദിക്കിലാണെങ്കിൽ ഇത് സംഭവിക്കും. ഓട്ടെ, നിങ്ങളുടെ വീട് കിഴക്ക് ദർശനമല്ല, നിങ്ങളുടെ വീട് വടക്ക് ദർശനമാണ്. വടക്ക് ദർശനമാണെങ്കിൽ ഇവിടെയാണ് വാതിലെങ്കിലും ഈ സ്റ്റാർ നിങ്ങളുടെ എൻട്രൻസിൽ വരും. എന്നാലും ഇത് എൻട്രൻസിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ഒറ്റ വാതിലാണ്. അപ്പം ഈ വീട്ടിലുള്ള എല്ലാവരെയും ഈ പറയുന്ന 5 സാരമായി ബാധിക്കും. അതേസമയം ഇവിടെ നിങ്ങൾക്ക് ഇത് വന്നിട്ടില്ല, ബെഡ്റൂം ഇവിടെ നിങ്ങൾക്ക് എൻട്രൻസ് വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് ഉള്ളത് നിങ്ങളുടെ വീടിൻ്റെ ദർശനം വേറെ ഏതെങ്കിലും ഒരു ദിക്കിലാണെന്നിരിക്കട്ടെ. നിങ്ങളുടെ വീടിൻ്റെ ദർശനം ഈ പറയപ്പെടുന്ന മറ്റ് ദിക്കുകൾ എന്ന് പറയുമ്പോൾ 2 ദിക്കും കൂടെ ഉണ്ട്. ഒന്ന് തെക്ക് ദർശനമുള്ള വീടോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനമുള്ള വീടോ ആയിക്കോട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ എൻട്രൻസ് ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വടക്ക് കിഴക്ക് ഇവിടെ ഒരു ബെഡ്റൂം ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഈ ബെഡ്റൂമിൽ കിടക്കുന്നവരെ ഈ 5 ബാധിക്കും. ഈ വീട്ടിലുള്ള മൊത്തം പേരെയും ഈ 5 ബാധിക്കില്ല. പക്ഷേ ഈ ബെഡ്റൂം ആരുപയോഗിക്കുന്നു ആ ബെഡ്റൂമിലുള്ളവരെ ഈ 5 ഉപയോഗിക്കും. ഇനി നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഇവിടെ എൻട്രൻസും ഇല്ല, ഇവിടെ ബെഡ്റൂമും ഇല്ല എങ്കിൽ ഈ ഭാഗം നിങ്ങൾ വലിയ യൂസേജ് ഇല്ലാതെയാണ് നിങ്ങൾ ഇട്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ 5 ബാധിക്കുന്നതും ഇല്ല. അപ്പോൾ ഈ 5 ആരെയാണ് ബാധിക്കുന്നത്? ഒന്ന് അവിടെ എൻട്രൻസ് ഉള്ളവരെ, അല്ലെങ്കിൽ ആ ബെഡ്റൂമിൽ കിടക്കുന്നവരെ. ഇനി എന്താണ് പ്രശ്നമെന്നും എങ്ങനെ ബാധിക്കുന്നെന്നും ആരെ ബാധിക്കുന്നുവെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ ഒരാളെന്ന് പറഞ്ഞാൽ ഇതിനെന്താണ് സാറേ ഒരു പരിഹാരം? ഒന്ന്, നിങ്ങൾക്ക് നല്ലൊരു ഫെങ്ഷി കൺസൾട്ടിനെ കാണിച്ചിട്ട് ഇതിൻ്റെ പരിഹാരം ചെയ്യാം. അപ്പോൾ സാർ കൺസൾട്ടിങ്ങിന് വിളിക്കാൻ വേണ്ടിയാണോ ഇത്രയും സംസാരിച്ചത്? അല്ല.
ഇനി ഇതിന് നിങ്ങൾക്കൊരു പരിഹാരമായിട്ട് ചെയ്യാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 6 റോഡ് വിൻ ചെയിൻ സ്ഥാപിക്കാം. 6 റോഡ്, അതായത് 6 ദണ്ടുകളുള്ളൊരു വിൻ ചെയിൻ ഈ ഭാഗത്ത് സ്ഥാപിക്കാം. എവിടെയാണ്? ഈ പറയപ്പെടുന്ന 45 ഡിഗ്രിക്കകത്ത്, ഈ നോർത്ത് വെസ്റ്റിനകത്ത് സ്ഥാപിക്കാം. ഇത് വീട്ടിനകത്ത് വേണമെങ്കിലും ചെയ്യാം, പുറത്ത് വേണമെങ്കിലും ചെയ്യാം. അതുപോലെ തന്നെ 5 എലമെൻറ്റ് പഗോഡ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂളുണ്ട്, അതും ഇവിടെ വയ്ക്കാം. അതുമല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രാസ് ഐറ്റംസ് വയ്ക്കാം. അതല്ലെങ്കിൽ സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു പരിഹാരമുണ്ട്, അത് നിങ്ങൾക്ക് ഈ ഭാഗത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരിഹാരങ്ങൾ ഈ ഭാഗത്ത് ചെയ്യുന്നത് ഈ ഒരു ദോഷത്തിൻ്റെ പരിഹാരമായിട്ട് കാണിക്കാം. ഇനി ഈ പറഞ്ഞ 6 റോഡ് വിൻ ചെയിനും 5 എലമെൻറ്റ് പഗോഡയും അറിയാത്തവർക്ക് ഞാനതൊന്ന് പരിചയപ്പെടുത്താം. ഇതാണ് 5 എലമെൻറ്റ് പഗോഡ എന്ന് പറയുന്നത്. ഇത് വടക്ക് കിഴക്ക്, ഇതിനെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. എന്നിട്ട് വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് കുറച്ച് മണ്ണെടുക്കുക. കുറച്ച് മണ്ണെടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടുക. ഇതിൻ്റെ ഉള്ളിലിട്ടതിന് ശേഷം ഇത് വെച്ചങ്ങ് ലോക്ക് ചെയ്യുക. ഇതിൻ്റെ എനർജിയെ ലോക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് ഇട്ടിട്ട് ഇതിനെ നമുക്ക് ഈ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വയ്ക്കാം. ഇനി അവിടെ വയ്ക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് ഇതാണ് 6 റോഡ് വിൻ ചെയിൻ. അപ്പോൾ ഇതും അവിടെ സ്ഥാപിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാൾട്ട് വാട്ടർ ക്യൂർ എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അത് ഒരിക്കൽ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് കുട്ടികൾ തൊടുന്നത്, കുട്ടികളെല്ലാം മുതിർന്നവരെല്ലാം ആരായാലും തൊടുന്നത് നല്ലതല്ല. അത് കുറച്ച് നെഗറ്റീവായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളുള്ള ഒരു വർഷമായി 2025 ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.